ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യം. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്ന ഒരു ഭാഗം വായിക്കുകയാണ്. 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. രാജാവ് കൽപ്പിച്ചതിനനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. 17-ാമത്തെ വാക്യം. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിനെ മുദ്രവെക്കുകയും ചെയ്തു. ഇത് വായിക്കുമ്പോൾ മനുഷ്യനെ കഴിക്കാൻ ശക്തിയുള്ള, വലിച്ചു കീറാൻ ശക്തിയുള്ള സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടു എന്നല്ല, മറിച്ച് ദാനിയേലിനെ എറിഞ്ഞു എന്നാണ്. ഈ സിംഹക്കുഴിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത ഇതാണ്: അത് പലരും തകർന്ന് തരിപ്പണമായ കുഴിയാണ്. പലരും ഇതുപോലെ ഈ സിംഹക്കുഴിയിൽ രാജാവ് അവരെ ഇട്ടിട്ട് എല്ലുപോലും അല്ലെങ്കിൽ ഒരു പൊടി പോലും കിട്ടിയിട്ടില്ല. പലരും ഒന്നും അല്ലാതായിപ്പോയ ഒരു കുഴിയാണ്. പലരും പേടിച്ച് അലറി വിളിച്ച ഒരു കുഴിയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച, ദൈവത്തോട് ബന്ധമുള്ള, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉപവാസമെടുത്ത, പ്രാർത്ഥിച്ച, ആരാധിച്ച ദാനിയേലിനെ ഒരു പോറൽ പോലും ഏറ്റില്ല. പലരും തകർന്നുപോയ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒന്നും പറ്റിയില്ല. ഒരുപക്ഷെ പലരും പരാജയപ്പെട്ടു പോയ ഒരു സ്ഥലത്താണ് ഞാനും അല്ലെങ്കിൽ നിങ്ങളും ഉള്ളത്. അല്ലെങ്കിൽ പലരും വീണുപോയ സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. എനിക്കും അതുപോലെ സംഭവിക്കുമോ, അല്ലെങ്കിൽ അതുപോലെ ആയിപ്പോകുമോ? ഒരുപക്ഷെ പേടിയുണ്ടാകും. എന്നാൽ ഇല്ല. എന്നാൽ അടുത്ത ഭാഗത്തിൽ 6-ാം അധ്യായം 23-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഇവിടെ ഒരു പ്രത്യേക കാരണം പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട്. ഒരുപക്ഷെ നമ്മളും പല പ്രതിസന്ധികളിൽ ആയിരിക്കാം. തകർന്നുപോയ, വീണുപോയ ഒരു പ്രതിസന്ധിയിൽ ആയിരിക്കാം. പ്രതിസന്ധിയുടെ വലിയൊരു കുഴിയിൽ ആയിരിക്കാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കില്ല. സിംഹത്തിന്റെ പ്രത്യേകത ഒരു നിമിഷം കൊണ്ട് മനുഷ്യനെ കൊന്നുകളയാനുള്ള ആരോഗ്യവും ശക്തിയും അതിനുണ്ട്. പലരും വീണിട്ട് ദയനീയമായി തകർന്നുപോയ സ്ഥലമാണ് ആ കുഴി. ഒരുപക്ഷെ നിങ്ങളും ഏതെങ്കിലും ഒരു തകർച്ചയുടെ കുഴിയിലാണോ? പ്രയാസത്തിന്റെ കുഴിയിലാണോ? ഒരു വലിയ ഒറ്റപ്പെടലിന്റെ കുഴിയിലാണോ? തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യത്തിന്റെ കുഴിയിലാണോ? ഭയങ്കരമായ രോഗമാണെന്നറിഞ്ഞതിൻ്റെ കേൾവിയിൽ
മനസ്സ് തകർന്നിരിക്കുന്നതിൻ്റെ ഒരു കുഴിയിലാണോ? എന്നാൽ ഈ വചനം ഒന്ന് നിങ്ങൾ ഏറ്റെടുക്കൂ. പലരും നശിച്ചുപോയ കുഴിയായിരിക്കാം, ഒറ്റപ്പെടുത്തിയ കുഴിയിലായിരിക്കാം, ഒരുപക്ഷെ നാല് ചുറ്റും പ്രതിസന്ധികളുടെ കുഴിയിലായിരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ, ദാനിയേൽ തൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, സിംഹത്തിൻ്റെ വായ് ദൈവം അടച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പ്രശ്നങ്ങളുടെയോ പ്രതിസന്ധികളുടെയോ വെല്ലുവിളികളോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ശാന്തമായി ഇങ്ങനെ പറയുക, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇതുവഴി ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകാൻ അനുവദിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ലജ്ജിച്ചു പോകാൻ ഇടവരില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ പരാജയപ്പെട്ട് മറിഞ്ഞു വീഴാൻ അവിടുന്ന് സമ്മതിക്കില്ല. കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, രോഗികൾ തുടങ്ങിയവർ ഇങ്ങനെ പ്രാർത്ഥിക്കൂ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ആശ്രയിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ച് ആശ്രയിക്കുന്നു. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കുഴിയിലും ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്ന്. എനിക്ക് ഗതി വന്നല്ലോ, എനിക്ക് സാഹചര്യം ഉണ്ടായല്ലോ, എന്നെ അങ്ങോട്ട് കൊന്നുകളയാൻ പാടില്ലായിരുന്നോ എന്ന് ശപിക്കുകയോ പ്രാകുകയോ അല്ല ചെയ്തത്. ഒരുപക്ഷെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ശപിച്ചു പോകും. എന്തിനാ എനിക്കിങ്ങനെയൊരു ജീവിതം തന്നത്? മരിച്ചു പോയാൽ മതിയായിരുന്നല്ലോ. എന്തേലും അപകടം പറ്റി മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും, പെട്ടെന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് പറയുന്നതായിരിക്കാം. ചില പ്രതിസന്ധികളുടെ നടുവിൽ പറഞ്ഞു പോകുന്നതാണ്. എന്നാൽ ഈ വചനം ദയവായി നിങ്ങൾ സ്വീകരിക്കുക. ദൈവത്തിലാണോ നിങ്ങൾ ആശ്രയിച്ചു നിൽക്കുന്നത്? മനസ്സുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് പറയുക, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ആ സിംഹത്തിന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്ര വലിയ ശക്തിയുള്ളതും ആയിരിക്കട്ടെ, എന്നാൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഈ ലോകത്തെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിലാണ്. ആ ദൈവത്തിനറിയാം നിങ്ങളെ ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കാൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ എവിടെ ചെന്നാലും, ഏത് കൂട്ടുകെട്ടിൽ ആയിരുന്നാലും, ഏത് നാട്ടിലായാലും, ഏത് ദേശത്തിൽ ആയാലും, എവിടെയായാലും ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം സമ്മതിക്കില്ല. ഈ വചനം കേട്ട നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ ഇടവരട്ടെ.